കൊയ്പ്പള്ളിക്കാരായ്മ ഹൈസ്കൂളിൽ പ്രവേശന ഉത്സവം നടത്തി. കവി ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു. കൊയ്പ്പള്ളിക്കാരായ്മ ഹൈസ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കവി ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം നിർവഹിച്ചു. ആകപ്പാടെ പുതിയ ഒരു ഉത്സവം തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. സത്യത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഈ സ്കൂളിനെ കുറിച്ച്, ഈ സ്കൂൾ അന്തരീക്ഷത്തെക്കുറിച്ച്, ഈ സ്കൂൾ മുറിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എന്തൊരു മാറ്റമാണ് ഞങ്ങളൊക്കെ പഠിച്ച കാലത്തെ അനുഭവവും ഇന്നത്തെ അനുഭവവും തമ്മിൽ എന്ന്. ഈ തറയൊക്കെ തന്നെ മാർബിൾ തറയാണ്. ഞാനൊക്കെ 5ലും 6ലും ഒക്കെ തന്നെ കായംകുളം ബോയ്സ് സ്കൂളിലെ ആ UPS പഠിച്ച തറയിൽ ഇരുന്നാണ്. സിമെന്റ് തറയിൽ, പൊട്ടിപ്പൊളിഞ്ഞ സിമെന്റ് തറയിൽ ഇരുന്നാണ്. കാരണം ബെഞ്ചില്ല. കായംകുളം UP സ്കൂളിൽ ബെഞ്ചുകളില്ല. ഞങ്ങളെ പോലുള്ള കുട്ടികൾ പേപ്പർ എടുത്തുകൊണ്ട് പോകും. അന്നും വീട്ടിൽ മനോരമയും മാതൃഭൂമിയും ഒക്കെ വരുത്തുമായിരുന്നു. ആ പേപ്പറും എടുത്തുകൊണ്ടാണ് ഈ ജൂൺ മാസത്തിലെ മഴയത്ത്, തണുപ്പത്ത്, തണുത്ത ഈ പരിക്കൻ തറയിൽ ആ പേപ്പർ വിരിച്ചാണ് എന്നെ പോലുള്ള അല്പമൊക്കെ ഭേദപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇരുന്നത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ആകെപ്പാട് ഒരു നിക്കറും ഒരു ഷർട്ടും മാത്രമേ കാണത്തുള്ളൂ. അവരവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ബ്ലാക്ക് ബോർഡില്ല, ഒരു കഷണമാണ് ബ്ലാക്ക് ബോർഡ്. ഇന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷനാണ്. പവർ പോയിന്റ് പ്രസന്റേഷൻ സ്ക്രീനിൽ പല പല ചിത്രങ്ങൾ തെളിയുന്നു, കണക്കുകളൊക്കെ തെളിയുകയാണ്. അതൊന്നും ഞങ്ങൾക്ക് ഒരു സിനിമ കാണുകയാണ്. ഇവിടെ ഫാനുണ്ട്. എന്തൊരു മാറ്റമാണ്. ഞാനപ്പോഴേ ഞാനിവിടെ വെറുതെ ഇരുന്ന സമയത്ത് മൊബൈൽ നോക്കിയപ്പോഴാണ് പിണറായി സ്കൂളിൻ്റെ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാടായ പിണറായിയിലെ സ്കൂളിൻ്റെ അവസ്ഥ ചിത്രീകരിച്ചിരിക്കുന്നു. ഹൈടെക് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഹൈടെക് സ്കൂളാണ്, ഗവൺമെൻറ് സ്കൂളാണെന്നും തോന്നുകയില്ല. എന്തൊരു മാറ്റമാണ്. ഞങ്ങളൊക്കെ പഠിച്ച അവസ്ഥയിൽ നിന്ന് 19 വർഷത്തിന് മുമ്പ് എന്നെപ്പോലുള്ള വിദ്യാർത്ഥികൾ പഠിച്ച അവസ്ഥയിൽ നിന്ന് ഇന്നത്തേക്കുള്ള മാറ്റം എന്ന് പറയുന്ന വലിയ മാറ്റമാണ്. ആ മാറ്റം, ആ ഒരു സൗഭാഗ്യമാണ് നിങ്ങൾക്ക് ഉള്ളത്. പണ്ട് കാലത്ത് 10ാം ക്ലാസ് പാസ്സാകുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയായിരുന്നു. ഇന്നിവിടെ ഒക്കെ തന്നെ 100% ജയം എന്നാണ് ഹെഡ് മിസ്റ്റേഴ്സ് പറഞ്ഞത്. 100% ജയം നേടാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നൊക്കെ പറയുന്നത് കാലം വരുത്തി വെച്ചിരിക്കുന്ന മാറ്റങ്ങളാണ്. സ്കൂൾ മാനേജർ ആയാപറമ്പ് രാമചന്ദ്രൻ അധ്യക്ഷനായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്മിത രാജ് സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ ഗംഗാദേവി, രവീന്ദ്രൻപിള്ള, PTA പ്രസിഡന്റ് അയ്യപ്പൻ S എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. സീനിയർ അസിസ്റ്റന്റ് മായ സോമൻ കൃതജ്ഞത രേഖപ്പെടുത്തി. CD ന്യൂസ്, കായംകുളം.